ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ഫുൾ സെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്, മാലയും കമ്മലും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററായിട്ടൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കണേന്. ഇനി അതിൻ്റെ കോർണറിൽ നിന്ന് ആ സെൻറ്ററിൽ മാർക്ക് ചെയ്തേക്കുന്ന അവിടം വരെ ഇങ്ങനെ ഒരു ചെറിയൊരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നതിന്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും സെൻറ്ററിലും അതുപോലെ തന്നെ ഒരു ഇങ്ങനെ ഒന്ന് വരയിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ. ഇതാണ്. ഇനി നമുക്കിതിനകത്ത് ബീഡ്സ് അറ്റാച്ച് ചെയ്യാം. അപ്പം നമുക്കിതിനകത്തേക്ക് ഇനി ബീഡ്സ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ലോലിപോപ്പ് ബീഡ്സ്. ഇത് ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഡ്സാണ്. അപ്പോൾ ഈ ബീഡ്സ് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കണം, അല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് രണ്ടും വെറ്റാണെങ്കിൽ അത് ഡാമേജായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബീഡ്സ് നേരത്തെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഡ്രൈ ആക്കി വെക്കണം. പിന്നെ നമുക്കിതിന് മുകളിൽ ഹാങ് ചെയ്യാനായിട്ട് ഒരു കുളത്തും കൂടി വെക്കാം. നമുക്ക് സെൻറ്ററായിട്ട് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെൻഡൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇയറിങ്സിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി തിന്നായിട്ടുള്ളത് വേണം ഇയറിങ്സിന് എടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇച്ചിരി കട്ടിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാതിലിടാൻ നേരത്ത് കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കണ പോലെ ഇരിക്കും. അപ്പോൾ ഇത് കുറച്ച് ഉണ്ട്, ഇത്രയും തിന്നായിട്ട് വേണം ഇയറിങ്ങിന് നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലും സെയിം നേരത്തെ നമ്മൾ പെൻഡൻറ്റിൽ ചെയ്തതുപോലെ തന്നെ സെയിം ഡിസൈൻ തന്നെയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നല്ല സൈഡൊക്കെ നമുക്കൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓയിൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ സ്മൂത്തൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് സ്മൂത്ത് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തും പെൻഡൻറ്റിൽ ചെയ്തതുപോലെ തന്നെ നമുക്ക് സെയിം ഡിസൈൻ ഇതിനകത്തും ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് സെൻറ്ററായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആ സെൻറ്ററിലേക്ക് വരുന്നത് പോലെ ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇത് ഇയറിങ് കുറച്ച് തിന്നാണ്, അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഇങ്ങനെ വരയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ അത് കട്ടിയില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാൻ ചാൻസസ് ഉണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ബീഡ്സ് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇയറിങ്ങും പെൻഡൻ്റൊക്കെ നന്നായിട്ട് 2 ദിവസം നന്നായിട്ട് ഡ്രൈ ആയിട്ട് പിന്നെ ബേൺ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് ബ്ലാക്ക് കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗോൾഡൻ കോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കോട്ടിൽ തന്നെ അത്രയ്ക്ക് ഫിനിഷിങ് വരണമെന്നില്ല. നമ്മൾ അത് കഴിഞ്ഞിട്ട് അത് ഡ്രൈ ആയി കഴിയുമ്പോൾ 1-2 കോട്ട് വീണ്ടും അപ്ലൈ ചെയ്യേണ്ടി വരും. ഇവിടെ ഞാൻ ഫസ്റ്റ് ഗോൾഡൻ കളറാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഓറഞ്ച് കളറ്. ഞാൻ കുറച്ച് തിക്കായിട്ടാണ് കളേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഞാൻ നെക്സ്റ്റ് കോട്ട് അപ്ലൈ ചെയ്യും. ബ്ലൂ കളറാണ് യൂസ് ചെയ്യുന്നത്. ഇനി സൈഡിലായിട്ട് ഇപ്പം നമ്മൾ യൂസ് ചെയ്ത സെയിം കളേഴ്സ് നമുക്ക് ഇയറിങ്ങിലേക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു കളർ എടുക്കുമ്പോൾ തന്നെ ആ കളർ ഇയറിങ്ങിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ നമ്മുടെ കളർ അത്രയും വേസ്റ്റ് ആവില്ല. അപ്പോൾ ഇതിപ്പോൾ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെയിം തന്നെ ഇയറിങ്ങിലേക്കും അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ റെഡ് കളറിൻ്റെ കൂടെ കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടൊരു പിങ്ക് കളർ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ഡാർക്ക് ഗ്രീനിൽ യെല്ലോയും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലൊരു കളർ കിട്ടും. അപ്പോൾ അത് അങ്ങനെ അപ്ലൈ ചെയ്തു. പിന്നെ ഇത് ബ്ലൂ കളറിൽ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് കളറാക്കിയിട്ട് അതും അപ്ലൈ ചെയ്തു. അപ്പോൾ സെയിം തന്നെ ഇയറിങ്ങിലേക്കും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബീഡ്സിലേക്ക് ഗോൾഡൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗോൾഡൻ കളർ ബീഡ്സിലും ബാക്ക് സൈഡിലൊക്കെ ഗോൾഡൻ കളറാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫൈനൽ ഫിനിഷ് ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വാർണിഷ് യൂസ് ചെയ്യണം. ഇതിന് കോർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീഡ്സും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
ഇത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് കളറ് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് വാർണിഷ് യൂസ് ചെയ്തിട്ടുണ്ട്, ഡെക്കറിൻ്റെ വാർണിഷ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ബീഡ്സും കുറച്ച് കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീഡ്സിന് ഫസ്റ്റ് ബ്ലാക്ക് കളറ് യൂസ് ചെയ്തിട്ട് പിന്നെ ഗോൾഡൻ പൗഡർ വെച്ചിട്ട് കളർ ചെയ്തെടുത്തിട്ടുള്ളതാണ് ബീഡ്സ്. ഇനി മാല കോർക്കാനായിട്ട് ഇതുപോലൊരു വയർ എടുത്തിട്ടുണ്ട്. നമുക്കിനി അതിട്ട് അപ്പം നമുക്ക് ഓരോ ബീഡ്സായിട്ട് ഇങ്ങനെ കോർത്ത് കൊടുക്കാം. എന്നിട്ട് ഏറ്റവും അറ്റത്തായിട്ട് ഞാൻ ത്രെഡിൻ്റെ ഒരു കണക്ടറും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അഡ്ജസ്റ്റബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.